നിശാശലഭം തൊട്ടുണർത്തും യാമമായി നറുമഞ്ഞുമി നിലാക്കുളിർ ഒന്നു ചേരും നേരമായി. പാട്ട് നിർത്താനല്ലേ ആദ്യ രാത്രിയായിട്ട് കല്യാണം മുടങ്ങിയിരിക്കുന്ന എന്നെ പാട്ടിട്ട് മൂട് കയറ്റുന്ന എന്താ പറയാനാണ്. കല്യാണ പന്തറിൽ അടിയുണ്ടായി ഞാൻ ഈ കോലത്തിലായില്ലായിരുന്നെങ്കിൽ, എന്റെ പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും പിണങ്ങി പോയില്ലായിരുന്നെങ്കിൽ, ഈ ആദ്യ രാത്രിയിൽ ഈ റൂമിൽ ഞാനും എന്റെ മഞ്ജുവും കൂടെ പ്രണയമേ അരികിൽ വന്നു ഒരു സുഖമുറവിയിലുരുകുകയാണിൻ ഹൃദയമേ വെറുതെ നിന്നു എനിക്കറിയായിരുന്നു കല്യാണ പന്തലിൽ നിന്ന് പിണങ്ങിപ്പോയാലും ആദ്യ രാത്രി ആവുമ്പോ നീങ്ങി വരുമെന്ന്. അമ്മ എന്താ? ഞാൻ കരുതി പെണ്ണാന്ന്. ഞാൻ പെണ്ണല്ലേ? അല്ല ആണ്. ഞാൻ വിചാരിച്ച കല്യാണ പെണ്ണാന്ന് ഞാൻ കരുതുന്നത്. നീ എങ്ങനെയാടാ കല്യാണ പെണ്ണാകുന്നത്? നീ കല്യാണ ചെറുക്കനല്ലേ, അവളല്ലേ കല്യാണ പെണ്ണ്. ആ കല്യാണ പെണ്ണാണ് ഇപ്പൊ വന്നതെന്ന് വിചാരിച്ചു പോയി ഞാൻ. അത് കല്യാണ മണ്ഡപത്തിൽ തന്നെ ആ കല്യാണം മുടങ്ങിയില്ലേ? നിങ്ങളുടെ അമ്മാവൻ ഒറ്റ ഒരുത്തം കാരണമാണ് ആ കല്യാണം മുടങ്ങിയത്, മനസ്സിലായോ? എടാ കൊച്ചെ, നീ എല്ലാവർക്കും 501 രൂപ വീതം ദക്ഷിണ കൊടുത്തു. കുഞ്ഞമ്മാവന് മാത്രം നീ 101 രൂപ കൊടുത്തത് കൊണ്ട് അത് ചോദിക്കാനല്ലേ മണ്ഡപത്തിലോട്ട് അങ്ങേര് വന്നത്? അത് തെറ്റാണോ? താലി കെട്ടാൻ നേരം അത് പേടിച്ച് അയ്യത്ത് കളഞ്ഞിട്ട് പെണ്ണിനെയും തട്ടി കളഞ്ഞിട്ടല്ല എന്റെ ചെക്കനെ എന്തിയേന്ന് ചോദിക്കണത്. കളവനെ ഞാൻ അവിടുന്ന് പിടിച്ചോണ്ട് പോയി സദ്യാലയത്തിൽ കൊണ്ടിരുത്തി. അവിടെ എന്തിനടിയുണ്ടാക്കി? ഇരുന്നിടത്തുനിന്ന് എണീച്ച് ഒരു പപ്പടം എടുത്ത് അങ്ങോട്ട് ഇരുന്നപ്പോ കസേരയും കൊണ്ട് ആരാണ്ട് പോയി. അത് ചോദിച്ചത് കുറ്റമാണോടാ? അവിടെ തുടങ്ങിയ പപ്പടയാടി വന്ന് നിന്നത് എന്റെ കല്യാണ മണ്ഡപത്തിലാ. മണ്ഡപത്തിൽ വെച്ച് മണവാട്ടിയുടെ മണ്ടയ്ക്ക് കിട്ടിയെന്നാ ഞാൻ കേട്ടത്. അമ്മാതിരി കീച്ചല്ലേ അമ്മാവൻ കൊടുത്തത്. അവളിപ്പോ വീട്ടിൽ എന്നെ ഓർത്തോണ്ടിരിക്കുവായിരിക്കും. ഏതെങ്കിലും ഓർത്തോ ഡോക്ടറുടെ വീട്ടിൽ ഇരിക്കുകയായിരിക്കും. അമ്മാതിരി അടിയാ അമ്മാവൻ കൊടുത്തേക്കുന്നത്. അവരെ വീട്ടുകാരെ ആര് പറഞ്ഞു സമാധാനം? അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അവരെ പറഞ്ഞ് മനസ്സിലാക്കി പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്റെ കൊച്ചേട്ടനും വല്യേട്ടനും പോയിട്ടുണ്ട്. ആര് പോയെന്ന്? എന്റെ കൊച്ചേട്ടനും വല്യേട്ടനും. കൊച്ചേട്ടനാന്നെ ചെവിയും കേൾക്കത്തില്ല, വല്യേട്ടനാന്നെ സംസാരിക്കത്തില്ല. ആരോട് എന്നാ പണയാനായി പോയേക്കുന്നേ? നിങ്ങളുടെ അമ്മാവൻ എന്റെ കൈ കിട്ടിയാ പറഞ്ഞു കേട്ടോ. മക്കളെ, പുള്ളിക്കാരൻ ചെയ്തതെല്ലാം തെറ്റാന്ന് മനസ്സിലാക്കിയിട്ടേ മാപ്പി ഒതുക്കാൻ വേണ്ടി പുറത്തു വന്ന് നിൽപ്പുണ്ട്. ഞാൻ ആർക്കും മാപ്പൊന്നും കൊടുക്കത്തില്ല. ഇത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല. അത് നടക്കത്തില്ല. ആ കട്ടിലെങ്ങനെ നടക്കാനാ? എന്തുവാന്ന്? കട്ടിലെങ്ങനെ നടക്കാനാന്ന്? ഓടുന്ന കാണണം. കട്ടിലോ? നിങ്ങൾ ഇവിടുന്ന് ഓടുന്നാണ്. എറിഞ്ഞ ആപ്പിളറിഞ്ഞ പോയിക്കോളം. ഇതാരപ്പം വിളിക്കുന്നേ? മണിയമ്മേശ്ശേരി വിളിക്കുന്നു. ഹലോ, എന്ത് മണിയമ്മേശ്ശേരി? ഇല്ല, ഞാൻ എടുത്ത് കൈ പിടിച്ചേക്കുന്നേ ഉള്ളു. ഞാൻ ആപ്പിൾ നിന്നതിന് മണിയമ്മേശ്ശേരിക്ക് എന്താ? നിങ്ങളിപ്പോ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചാന്ന് പറ. നിലമ്പൂർ കാട്ടിൽ കയറി ഒറ്റയാനെ കൊണ്ട് ഒറ്റ പിടിക്ക് പിടിച്ച കട്ടിലാണ് അവിടെ കിടക്കണത്. അതിന് ഒറ്റ പൈസ നീ തന്നിട്ടില്ലേ അരുണേ? ഈ അവസ്ഥയിൽ തന്നെ നിങ്ങൾ വിളിച്ച് ചോദിക്കണത് കേട്ടാ. നമ്മൾ ഈ അവസ്ഥയൊക്കെ കഴിഞ്ഞ് തന്നെയാണ് വന്നത്. നിലമ്പൂർ കാട്ടിലെ കട്ടിലാണ്. കാട്ടിലെ കട്ടിൽ കട്ട് ചെയ്താൽ അങ്ങോട്ട് പോ. കാടും കട്ടിലും ആപ്പിളും. ഇയാളെന്തിനാ ഞെട്ടിയത് അമ്മാവ? ഇയാൾക്ക് മാത്രം അങ്ങ് ഞെട്ടിയാൽ മതിയോ? എനിക്കും ഞെട്ടണം. ആരോട് ചോദിച്ചോണ്ട് അതിനകത്ത് കയറി വന്നു നോക്കട്ടെ. ഇതിനകത്ത് ആരുമില്ലല്ലേ? ആരുമില്ല, ഒരു മനുഷ്യനുമില്ല. നിനക്കെന്താ കല്യാണം മുടങ്ങിയപ്പോ ഭ്രാന്തായ? എടാ തറുതലക്കാരൻ അമ്മാവ, ഞാൻ അതല്ലേ ചോദിച്ചേന്ന്. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്ന്? എടാ, ഞാൻ ഇന്ന് രാവിലെ നിന്നോട് ചെയ്തത് തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ തന്നതാണ്ട 101 രൂപ ദക്ഷിണ സഹിതം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്നും വേണ്ടേ? 501 രൂപ എല്ലാവർക്കും കൊടുത്ത് വന്നപ്പോ അമ്മാവന്റെ അടുത്ത് എത്തിയപ്പോ 500 രൂപ തീർന്നു പോയി. എന്നിട്ടും അവന്റെ കയ്യിലിരുന്ന 1 രൂപ കോയിൻ മാത്രം തീർന്നില്ല. നിങ്ങൾ എന്തിനാ അതിനകത്ത് കയറി പിടിക്കുന്നത്? എന്റെ കല്യാണം മുടക്കി നിൽക്കുന്നത്. ഏതാ സംഭവം എന്താണെന്നറിയാവോ? ഞാനൊരു 2 പെഗ് അടിച്ചാ ഞാൻ കുഴയാണെന്നുള്ള കാര്യം നിനക്കറിയാവല്ലേ? അറിയാം. രാവിലെ ഞാൻ 2 പെഗ് അടിച്ചു പോയി. അതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. വെള്ളം അടിച്ചിട്ടാണ് കല്യാണത്തിന് വന്നത്. അമ്മ, ഇയാള് വെള്ളം അടിച്ചിട്ട് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അമ്മച്ചേ, അമ്മ മിണ്ടാത്ത എന്താ? അവള് മിണ്ടത്തില്ലടാ. അവളായിരുന്ന 2 പെക്കല്ലേ എനിക്ക് തന്നത്.
അമ്മേ സമ്മതിക്കണം കേട്ടോ. സമ്മതിക്കണം, അവളെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അവള് ബാക്കി 3 പെക്കറ്റടിച്ചു കല്ല് പോലല്ലേ അവള് പന്തലി. രണ്ടുപേരും കൂടെ എന്റെ കല്യാണം മുടക്കിയതല്ലേ? സമാധാനം പറയാം. നീ സമാധാനപ്പെട്. ഞാനായിട്ടാണ് നിന്റെ കല്യാണം മുടക്കിയതെങ്കിൽ അതിനൊരു പരിഹാരം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. എന്താ? അപ്പുറത്തെ വീട്ടിലെ മീനാശിയെ കൊണ്ട് ഞാൻ നിന്നെ അങ്ങ് കെട്ടിക്കാൻ പോകുന്നു. ആ 2 കെട്ടി ബന്ധം ഒഴിക്കുന്ന തള്ളയെ കൊണ്ടോ? അതെന്തോ അവർക്ക് കുഴപ്പമെന്തോ? കുഴപ്പമെന്തോ? നിങ്ങൾ കെട്ടിക്കാൻ പോകണം. അല്ലാതെ നിന്നെ കൊണ്ട് ഞാൻ കെട്ടിക്കും 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 കെട്ടിക്കും. അമ്മ 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 അയ്യോ എന്താടാ എനിക്ക് പറഞ്ഞ കേട്ടോ, അപ്പുറത്തെ വീട്ടിലെ മീനാക്ഷിയെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ പോവാന്ന്. ഭാഗ്യവാ. എന്താ 2 മക്കള് ഫ്രീ. കേട്ടാ, നിങ്ങളത് കാര്യമായിട്ടാണോ പറയണേ? പിന്നല്ലാതെ ഞാൻ കെട്ടിക്കും. ഞാനായിട്ടാണ് നിന്റെ കല്യാണം മുടക്കിയതെങ്കിൽ ഞാനിത് നടത്തും 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 നടത്തും. ഇത് നടക്കത്തില്ല 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 നടക്കത്തില്ല. അത് നടക്കത്തില്ലെന്ന് ഞാൻ മുമ്പേ നിന്നോട് പറഞ്ഞല്ലടാ. എന്തുവാ? ആ കട്ടിലെങ്ങനെ നടക്കാനാ? പറഞ്ഞ കേട്ടോ. എടാ അവള് കള്ളം പറയത്തില്ലടാ, അത് കട്ടിലല്ലേ, അത് നടക്കത്തില്ല. നമ്മൾ എടുത്ത് മാറ്റണം. എടാ കൊച്ചേ, ആരോ വിളിക്കുന്നതാ. അയ്യോ മടിയ മേശി. ഹലോ ഹലോ അരുണേ, മേശിരി. എന്തേരായി? ഒന്നും ആയില്ല. കിതപ്പ് കണ്ട അറിയാലടേ. മേശിരി എന്തൊരു വേണമെന്ന് പറ. നിലമ്പൂർ കാട്ടിൽ ചെന്നിട്ട് ഒറ്റയാനെ കൊണ്ട് പിടിപ്പിച്ച കട്ടിലാണ്. അതിനെന്താന്ന്? ഒറ്റ പൈസ നീ തന്നിട്ടില്ലേ അരുണ്? എന്റെ പൊന്നു മേശിരി, ആദ്യം എന്റെ ഇത് അതിലോട്ടൊന്ന് കൊണ്ട് വെക്കട്ടെ. ഇതുവരെയും എന്തോന്നിലാകണേ അരുണ്. ഞാനൊരു കാര്യം ഇവിടുത്തെ അവസ്ഥ വളരെ മിനിറ്റിന് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഈ അവസ്ഥയൊക്കെ കഴിഞ്ഞെന്നടേ ഇങ്ങോട്ട് വന്നത്. ഇയാളെ പ്രശ്നം എന്തുവാന്ന് പറ. എടേ നിലമ്പൂർ കാട്ടിലെ കാട്ടിൽ തേങ്ങ ഫോൺ എടുത്തു പോലെ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കേട്ടല്ലോ. എടാ മക്കളെ, എന്താ? എന്തായാലും കല്യാണം മുടങ്ങി. നമുക്കേ ഈ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് അയച്ചു നോക്കാം. ഗിഫ്റ്റ് അടിക്കാൻ പറ്റും. തൊട്ടുപോയതിനകത്ത് എന്തേ വർത്താനം അവന്റെ അടുത്ത് പറഞ്ഞത്? കല്യാണം മുടങ്ങി പെണ്ണും പിണങ്ങി പോയി വിഷം നിൽക്കുന്ന ചെറുക്കിന്റെ അടുത്ത് ഗിഫ്റ്റ് പൊട്ടിക്കാന്നോ? ഞാൻ പൊട്ടിക്കും. ഒരുത്തിനെ കൊണ്ട് ഞാൻ തൊടിക്കത്തില്ല. ഞാൻ പൊട്ടിക്കരുത്. എടാ, ഈ വീട്ടിൽ എന്ത് വിശേഷം നടന്നാലും എന്ത് ഗിഫ്റ്റും പൊട്ടിക്കുന്നത് കൊച്ചമ്മാവനെ. അതിന് അമ്മാവൻ തന്നെ പൊട്ടിക്കും. പറഞ്ഞോളൂ. പൊട്ടിക്കരുതാ പറഞ്ഞത്. ഞാൻ അതെ, പൊട്ടിക്കും. ഒരു 2 അപ്പുറത്തോണ്ട് ഞാൻ എടുത്തോണ്ട് വരാം. അതൊന്നും പൊട്ടിക്കോ, അമ്മ പൊട്ടിക്കരുത്. പൊട്ടിക്കോ അങ്ങോട്ട്. പൊട്ടിക്കരുത്. ഞാൻ പൊട്ടിക്കും. ഞാനും എന്റെ ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്ന് പൊട്ടിക്കാനിരുന്നതാണ് ഗിഫ്റ്റ് ഒക്കെ. കുറച്ചു നേരം ഞാൻ നിന്റെ ഭാര്യയാണെന്ന് നീ അങ്ങ് കൂട്ടിയാ മതി. ഞാൻ പൊട്ടിക്കരുത്. അയ്യോ, എന്താ പറ്റി? നിന്റെ ഭാര്യയുടെ കയ്യാന്ന് തോന്നുന്നു എന്നെ മൂക്കിന് വന്ന് ഇടിക്കേ. എന്റെ കൂട്ടുകാർ വല്ലതും ഒപ്പിച്ചു വെച്ച പണിയായിരിക്കും ഇത്. എടാ എന്നോ പണിയാനാന്ന് പറയുന്നത്. ഒരു കത്തുണ്ടല്ലോ, എന്താ? ഒരു കത്തുണ്ടല്ലോ. ഇന്ന് വിവാഹിതരായ വധൂവരന്മാർ ദീർഘകാലം സുഖമായി ജീവിക്കട്ടെ എന്ന് റൂബി റൂബി ആ. എന്റെ കൂട്ടുകാരിയാണ് അത്. പിന്നെ ഒപ്പിച്ച പണി അമ്മാവ. ആണല്ലേ? ഒരു കാര്യം ചെയ്യ്. ആ പിടിച്ചിനകത്ത് ഐസ് ഉണ്ടോടെ? നോക്കി വെക്കാനാണോ? ഒന്ന് വെച്ച് നോക്കാൻ. ചിലപ്പോ ശനിയായാലോ? എടുത്ത് വെച്ചല്ലേ. ചിലപ്പോ ഐസ് വെച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റിനകത്തൊക്കെ നോക്കാം. എന്താ പറ്റി? ഈ സ്മോക്ക് എന്ന് നിൽക്കട്ടെ. കുഴപ്പമില്ല. കറണ്ട് ബില്ല് ഇത്തിരി കൂടും, അത്രേ ഉള്ളൂ. ഷോക്കടിച്ച വല്ല കാര്യമുണ്ടോ ഇത്? ഇതിനകത്തൊക്കെ പോയി അയ്യോ, ഇവിടുത്തെ ബാത്റൂം എവിടാ? അതിന് ഇനി ബാത്റൂം ഇടി കൊണ്ടപ്പോ തന്നെ മുള്ളിപ്പോയി. അവിടെയാണോ? പാല് ഞാൻ കുടിച്ചിട്ടില്ല. സമാധാനം. അയ്യോ 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 അയ്യോ. എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നേ? എന്തിനാ ഇങ്ങനെ ഓടുന്നോ? എടാ മുളക് പൊടി കളക്കി വെച്ചിരിക്കുന്ന വെള്ളം ചെക്കിനകത്ത് കോരുന്നാണ്ട് ഇങ്ങനെ അടിക്കണം. അപ്പോഴാണ് ഞാൻ എന്തിനാ ഇങ്ങനെ ഓടുന്നതെന്ന്. അവന്മാര് വെള്ളത്തിൽ വരാനകത്ത് മുളക് പൊടി കലക്കി വെച്ച്. നിന്റെ കൂട്ടുകാരന്മാരെന്തോടാ തീവ്രവാദികളാണോ? അതെ, അമ്മാവൻ ഓടുമ്പോ കിരികിരാന്ന് കേൾക്കുന്ന എന്തുവാ? മുളക് പൊടി മാത്രമല്ലായിരുന്നടാ, അവര് കടുക് കൂടെ പൊട്ടിച്ചിട്ടായിരുന്നെന്ന് തോന്നുന്നു. അയ്യോ അയ്യോ. ഒരു കാര്യം ചെയ്യട്ടെ, ഒരു ടേബിൾ ഫ്രാൻ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് അടിച്ചേർത്താ. അയ്യോ വേണ്ട, നിന്റെ സഹായം എനിക്ക് മതി. ഇത്രയും മതി കേട്ടോ. ഞാനിത് കൊണ്ട് പിടിച്ചിലൊന്ന് വെച്ച് നോക്കാം. മസാല പിടിക്കാനാണോ? ചിലപ്പോ തണുത്താലോ. നോക്കുന്നേ കറണ്ട് ബില്ല് ഞാൻ അടച്ചോളാം, പേടിക്കണ്ടേ. ശരി. അയ്യോ
ഇതെന്തുവാടേ പൊട്ടിത്തെറിക്കുന്നവല്ലോ ആണോ? അതെ, മറ്റേ കുങ്കുമപ്പൂ ഇട്ട് വെച്ച ഡപ്പയാ. എന്നിട്ട് ഇതിനകത്ത് കുങ്കുമപ്പൂ ഇല്ലല്ലേ? വന്നപ്പോ ഒരു പാലെടുത്ത് കൂച്ചായിരുന്നോ, അതിനകത്തുണ്ടായിരുന്നു കുങ്കുമപ്പൂ. അടി കുങ്കുമപ്പൂ. എടാ കൊച്ചേ, എന്നാ ഇനി വേണ്ടടാ, ആരാണ്ട് നിന്നെ വിളിക്കുന്ന, നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞേ. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയാലും അമ്മ ആര് വിളിക്കാനാ? ഹലോ, നിലമ്പൂർ കാട്ടിൽ കയറി ഒറ്റയാനെ കൊണ്ട് പിടിച്ച ഒറ്റ കട്ടിലാണ് അവിടെ കിടക്കണത്. എന്തൊരു മേശിരി നിങ്ങക്ക്. ഒറ്റ പൈസ നീ തന്നില്ല, എന്നിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയാടെ അരുണേ. സ്വിച്ച് ഓഫ് ആക്കിയതല്ല, സ്വിച്ച് ഓഫ് ആയിപ്പോയതാ. ഓ, ഈ സമയത്ത് നമ്മളെല്ലാരും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. മേശിരി, ഇവിടെ ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, അടുത്തത് എന്താവും അറിയാതെ. നമ്മളും കൊറേ ടെൻഷനൊക്കെ അടിച്ച് തന്നെ. ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ആന പിടിച്ച പൊട്ടാത്ത കട്ടിലാണ്. അയ്യോ! എന്താ, എന്താ, എന്താ? ഒരു മിനിറ്റ് മേശിരി, ഒരു മിനിറ്റ്. എലിമില്ലി പിടിച്ചടാ. ഓടാ, ഞാൻ ഊരി തരാം. പിടി, എന്നെ കൂടെ പിടി. എലിമില്ലി പിടിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇലാസ്റ്റിക്കിലായി പോയി പിടിച്ചത്. നിക്കണ ഒരു തറയും ഞാന്. ഈ തള്ള എല്ലാം കൂടെ അങ്ങോട്ട് പോവാ, മാറിയതല്ലോ. കട്ടിലൊടിഞ്ഞത്. അയ്യോ, നിലമ്പൂർ കാട് ആരെല്ലാം കൂടെ താ കിടക്കുന്നേ. എടാ, എന്റെ നടു ഒടിഞ്ഞടാ. അമ്മാവന്റെ സൗണ്ട് ശരിയായി. പിന്നാമ്പറം പൊളിഞ്ഞപ്പം മേൽഭാഗം ശരിയായതായി. അമ്മാവാ, ഇതെന്തൊരു കഷ്ടമാന്ന് പറ. ഇങ്ങോട്ട് നോക്ക്. രാവിലെ വന്നിട്ട് ഇയാൾ എന്റെ കല്യാണം പൊളിച്ച്, രാത്രി വന്നിട്ട് എന്റെ കട്ടിലും പൊളിച്ച്. കഷ്ടമാണെന്ന് പറയുന്നത്. എടാ, എനിക്ക് ഈ സമയത്ത് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. എന്തോന്ന്? ഈ സമൂഹത്തോട് എനിക്ക് ഉറക്കെ വിളിച്ചു പറയണം. എന്ത് പറയണം? കല്യാണം മുടക്കികളായ എല്ലാ അമ്മമാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. അരുണേ, നിലമ്പൂർ കാട്ടിലെ കട്ടിലാണ്. ക്ലൈമാക്സ്. അയ്യോ, ക്ലൈമാക്സിന്റെ അവിടെ എന്തോരവാ ചിരിച്ചേ. സിനിമാറ്റിക് സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. അല്ല, ഏറ്റവും എന്താ പറയാ, ഒരു ക്യാരക്ടർ ഉണ്ട്, അരുൺ വെറ്റ്സ് മഞ്ജു, അല്ല മഞ്ജു വെറ്റ്സ്. ഈ മഞ്ജു പറഞ്ഞ വ്യക്തി നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ മഞ്ജു എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. യുനോ, അത് ഒരു ടോം ആൻഡ് ജെറിനെ പോലെ, ഒരു പ്രിയദർശന്റെ പടം ഉണ്ടാവില്ലേ, എല്ലാരും ആ ലാസ്റ്റിൽ ഒരു ഗോൽമാൽ പോലെ കുടുങ്ങണ പോലെ. സൂപ്പർ. അമ്മയോ, അമ്മ എന്തൊരു എനർജിയാണ്, സൂപ്പർ എനർജി. ആൻഡ് എന്ത് ഫ്രഷ് അമ്മ. അരുൺ, ഇങ്ങനത്തെ ഒരു അമ്മ ഉണ്ടെങ്കിൽ ഒരു 2. രതീഷ്, നമ്മുടെ രതീഷ്, നമ്മുടെ വോയിസ് ഓവർ. പ്ലീസ് ലെറ്റ്സ് വെൽക്കം രതീഷ് ഓൺ സ്റ്റേജ്. പ്രിയ സുഹൃത്തുക്കളെ, വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ചാക്ക് ചന്ദ്രൻ. ആദ്യ രാത്രി കല്ലറുള്ള ഏതോ മേശിരി വിളിച്ചിട്ടുണ്ട്. 3 ആൾക്കാരേ ഉള്ളൂ ഈ ഒരു സ്കിറ്റില്, പക്ഷെ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഒരു ഫുൾ ഫീലിംഗ് ആയിരുന്നു, ഒരു ഫുൾ സിനിമ കണ്ടതിന്റെ ഒരു ഫീൽ ആയിരുന്നു. സൂപ്പർ. സോ താങ്ക് യു രതീഷ്, താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫുൾ ഫൺ ഫിൽഡ് സ്കിറ്റ് എത്രത്തോളം നമ്മൾ ചിരിപ്പിച്ച് ബാറ്ററി കയറ്റി എന്നുള്ളത് നോക്കിയാലോ? പിന്നെ ചാർജ് നോക്കണ്ടേ ബാറ്ററിയുടെ? ചേച്ചി, ആദ്യമായിട്ടല്ലേ ബാറ്ററിയുടെ ചാർജ് കാണാൻ പോകുന്നത്? ദേ അവിടെ നോക്കിക്കോട്ടോ. കമോൺ. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി മൂന്ന് പാക്കറ്റ് അടിപൊളി. സന്തോഷായില്ലേ? ഇതെന്ത് സംഭവം, പെക്കിന്റെ ആണോ? മണപ്പിച്ചിട്ടാ കയറി. ആണല്ലേ? കിടില 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 കിട്ടില്ല. ദിസ് ഇസ് വർത്ത് ഇറ്റ് അല്ലേ? ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ചൂടോടെ ആ പൈസ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തോ ചേച്ചി? യെസ്. ഹാപ്പിനെസ്. അപ്പൊ എന്തായാലും വീണ്ടും വരണം. ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കാണാൻ ഇനി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്ല, സുരേഷ് അണ്ണനും ആരുടെ കുറച്ചാളായിട്ട് 30-35 നാപ്പ് ഇങ്ങനെ കിടക്കുന്നത് ചേച്ചി 50 കൊണ്ട് വന്ന്